വെൽക്കം ബാക്ക് ടു സെറ ബ്യൂട്ടി ഹബ്. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ട്രൈ ചെയ്യുക കേട്ടോ. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോൾ ആ ഇമ്പോർട്ടന്റ് കാര്യം പറഞ്ഞതങ്ങ് പോകും. അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ടപ്പുറത്തായിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒട്ടും മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഫേസിന്റെ ഷീറ്റ് മാസ്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. മേടിച്ചത് ഞങ്ങളുടെ ആലപ്പുഴയിൽ തന്നെയുള്ള ജനസേവന മെഡിക്കൽ ഷോപ്പ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. സംഭവം മെഡിക്കൽ ഷോപ്പ് ആണെങ്കിൽ അവിടെ ബ്യൂട്ടി ഐറ്റംസ് ആണ്, എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ മേടിച്ചത്. സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കൈച്ചൂണ്ടിയുടെ അവിടെ കളരിക്കൽ എന്ന് പറയും, ആലപ്പുഴക്കാർക്ക് കളരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയാണ് ഈ ഷോപ്പ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് വിറ്റമിൻ സിയുടെ ഒരു ഷീറ്റ് മാസ്ക് ആണ്. ഇത് ഫുൾ കന്യാഭാഷയിലാണ് ഞാൻ എഴുതിയിരുന്നത്. ഏത് ബ്രാൻഡ് ആണെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ എഫക്റ്റീവ്ലി മോയ്സ്ചറൈസിങ് ആൻഡ് വൈറ്റനിങ് മാസ്ക് ആണ്. എല്ലാവർക്കും അറിയാം, വിറ്റമിൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ടത് വിറ്റമിൻ സി ആണ്. കാരണം ഈ കൊറോണ സമയത്ത് ഞാൻ വിറ്റമിൻ സി മെഡിസിൻസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെയാണ് എൻ്റെ റിസ്ക് വേണ്ടതാണെങ്കിൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വിറ്റമിൻ സിയുടെ മെഡിസിൻസ് അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് 2-3 ദിവസം കൂടുമ്പോൾ എടുത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ 2-3 ദിവസം കൂടുമ്പോഴാണ് ഞാൻ പിന്നെ അങ്ങനെ മെഡിസിൻസ് എടുക്കാൻ തുടങ്ങിയത്. വിറ്റമിൻ സിയുടെ ക്യാപ്സ്യൂൾ ചെറുത് എല്ലാവരും എനിക്കൊന്നും ഒത്തിരിക്ക് എല്ലാവരും കൊറോണ ടൈമിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഷീറ്റ് മാസ്കിന് നമുക്ക് 20 രൂപയായിരിക്കും. വിറ്റമിൻ സിയുടെ പിന്നെ ഈ ഒരു ഷീറ്റ് മാസ്ക് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം 30 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം പീൽ ചെയ്തെടുക്കാനായിട്ട് പറഞ്ഞത്. പിന്നെ നല്ല ക്ലിയർ വാട്ടറിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കളയാമെന്ന് പറയുന്നത്. ജസ്റ്റ് ഇതിനകത്തുനിന്ന് എടുക്കുക, ഒട്ടിച്ചു വെക്കുക, പിന്നെ പീൽ ചെയ്ത് കളയുക. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇത് നല്ലൊരു വൈറ്റനിങ് കൂടി തരുന്ന ഒരു പാക്ക് ആണെന്ന് ഷീറ്റ് മാസ്ക് ആണെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. എനിക്ക് വിറ്റമിൻ സി എന്ന ആ ഒരു ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ്. വിറ്റമിൻ സിയുടെ സിറം, പിന്നെ ഫേസ് വാഷ്, ഞാനിപ്പോൾ വിറ്റമിൻ സി തന്നെയാണ് കേട്ടോ എല്ലാം ഉപയോഗിക്കുന്നത്. ക്രീം, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിറ്റമിൻ സിയുടെ. അപ്പോൾ അങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ വിറ്റമിൻ സിയുടെ ഒരു ഷീറ്റ് മാസ്ക് കണ്ടപ്പോൾ ഞാൻ മേടിച്ചായിരുന്നു കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ ലോറിയൽ പാരസിന്റെ ഒരു റീവൈറ്റൽ ലിഫ്റ്റിന്റെ ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷീറ്റ് മാസ്ക് ആയിരുന്നു അത് കേട്ടോ. അതിന് നല്ലപോലെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു മാസ്ക് തന്നെ ആയിരുന്നു. അതിന്റെ കവറൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, ഇപ്പോഴും അതിനകത്ത് ഇരിപ്പുണ്ട്. നല്ല സ്മെല്ലായിരുന്നു അതിന്. അപ്പൊ ഞാൻ ഇടയ്ക്ക് എടുത്ത് മണത്ത് നോക്കാറുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ സ്മെല്ല്. ഞാൻ ഇനി പർച്ചേസ് ചെയ്യുമ്പോൾ അതുകൂടെ ഞാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്യാം, ഒന്ന് പോയി കണ്ടു നോക്കട്ടോ. അത് അടിപൊളി ആയിട്ടുള്ള ഒരു ഷീറ്റ് മാസ്ക് തന്നെയാണത്. അപ്പോൾ ഈ വിറ്റമിൻ സിയുടെ ഒരു ഷീറ്റ് മാസ്ക് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനത് ട്രൈ ചെയ്യാൻ പോകട്ടോ. അപ്പോൾ ഇവിടാണ് ഓപ്പണിംഗ് ആയിട്ടുള്ളത്, നമുക്ക് ഓപ്പൺ ചെയ്യാം. ഭയങ്കര വലിയ സ്മെല്ല് അങ്ങനെയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്മെല്ലുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെറം ഇതിനകത്ത് ഉണ്ട്. ഉണ്ട്. ഇതിനകത്താണ് നമ്മുടെ പ്രോഡക്റ്റ് ഉള്ളത്. ഇങ്ങനെയാണ് നമുക്ക് പ്രോഡക്റ്റ് വരുന്നത്. നമ്മൾ നേരത്തെ ഞാനിതിന് മുമ്പ് ചെയ്ത
ആയിട്ടുള്ള ലോറിയൽ പാരിസിന്റെ ഷീറ്റ് മാസ്ക് പോലൊക്കെ തന്നെ ഇതുപോലെ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. മുമ്പ് ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കെട്ടി വെക്കട്ടെ, ഇല്ലെങ്കിൽ ചിലപ്പോൾ മുടിയിലൊക്കെ ആക്കില്ല. ഒരൊറ്റ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഷീറ്റ് മാസ്ക്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടില്ല, ഒരിത്തിരി ടൈം എടുക്കും നമ്മളിത് ഓപ്പൺ ചെയ്യാനായിട്ട്. നമുക്കിത് യൂസ് ചെയ്യാം. നല്ല തണുപ്പുണ്ട് കേട്ടോ വെച്ചിട്ട്. ഓക്കെ, ഞാനിത് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ എങ്ങനെയുണ്ട് ഈ മാസ്ക് എന്ന് ഞാൻ പറയാം കേട്ടോ. 20 അല്ല 30 മിനിറ്റ്സ് ആണേ. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഷീറ്റ് ഊരാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷീറ്റ് മാസ്ക് അത്യാവശ്യം ഹൈഡ്രേറ്റിംഗ് ആണ്. അത്യാവശ്യം നല്ലപോലെ നിങ്ങൾ സ്ട്രെസ്ഡ് ആയിട്ട് വരികയാണ്, ഭയങ്കര ഡള്ളായിട്ട് വരുവാണ്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഈ വെയിലിന്റെ സമയത്ത് വൈകിട്ടൊക്കെ ഇതുപോലെ ഒരു ഷീറ്റ് മാസ്ക് ഒക്കെ ഇട്ട് കിടക്കുകയാണെങ്കിൽ നല്ല സുഖമായിരിക്കും. നല്ല തണുപ്പായിരുന്നു, ഇത് ഫേസിൽ വെച്ചപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈഡ്രേഷനും നമുക്ക് തരുന്നുണ്ട് ഈ ഒരു മാസ്ക്. പക്ഷെ ഇതിനൊരു പ്രശ്നം എന്ന് പറയാനായിട്ട് ഈ ഒരു കോട്ടൺ ഒരു ഇത്തിരി ഹാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്തോ നമ്മുടെ ഫേസിൽ ഇരിക്കുന്ന പോലെ അറിയുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ചെറിയ രീതിയിൽ ഇതൊരു ഹാർഡായിട്ട് എനിക്ക് തോന്നി. അല്ലാതെ എനിക്ക് വേറെ പ്രശ്നമൊന്നും തോന്നിയില്ല. നല്ല ഒരു മാസ്ക് ആയിട്ട് തന്നെ എനിക്ക് തോന്നി. 120 രൂപയുള്ളൂ കേട്ടോ ഇതിന്. അത്യാവശ്യം നല്ലപോലെ ഹൈഡ്രേറ്റിംഗ് ആവുന്നുണ്ട്. പക്ഷെ ഇതിന് മുമ്പത്ത് ഞാൻ വാങ്ങിച്ച ഷീറ്റ് മാസ്ക് അത് നമുക്ക് അങ്ങനെ വെച്ചെങ്കിൽ നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് പോകുമായിരുന്നു. പക്ഷെ ഇത് ഇവർ പറയുന്നുണ്ട് ഈ ഷീറ്റ് മാസ്ക് ഊരിയതിനു ശേഷം നന്നായിട്ട് വെള്ളത്തിൽ കഴുകണമെന്ന് ഇവർ പറയുന്നുണ്ട്. ഞാൻ കഴുകിയിട്ടില്ല കേട്ടോ. പക്ഷെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ തോന്നിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാതെ തോന്നി കേട്ടോ. അപ്പോൾ ഇതിന്റെ കമ്പനിയുടെ പേരൊന്നും എനിക്കറിയില്ല. അതിനകത്ത് ജസ്റ്റ് വിറ്റമിൻ സി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, സ്കിൻ കെയർ എന്നും എഴുതിയിട്ടുണ്ട്. അതിനകത്ത് മോയ്സ്ചറൈസിങ് ആൻഡ് വൈറ്റനിങ് എന്നൊക്കെ അവർ ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ എന്റെ കമ്പനിയുടെ പേരെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, കാരണം അത് ചൈന ഭാഷയിലാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എന്റെ വീഡിയോ. ഞാനിത് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചപ്പോൾ ഞാനത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു, നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരെ ബൈ ബൈ.